മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എഡിസണെ കുറിച്ച് ഒരു കഥ പറയാറുണ്ട്. മാതാപിതാക്കള് മക്കളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും നന്മ തിന്മകള് മക്കളില് ഉണ്ടാകുമ്പോൾ അതിൽ മാതാപിതാക്കളുടെ റോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു കഥ. കേരളത്തില് അത് പറഞ്ഞാൽ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനായിരിക്കും പലപ്പോഴും ചിലരുടെയെങ്കിലും ലക്ഷ്യവും മാർഗവും. നന്മകൾ എടുക്കുന്നതിന് പകരം എതിർക്കലും പുച്ഛിക്കലും അവഹേളിക്കലും നിരാകരിക്കലും അതെല്ലാം നേട്ടമായിട്ട് എടുക്കുന്ന രീതിയിൽ എടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു കഥയ്ക്കകത്ത് ധാരാളം സന്ദേശമുണ്ട്. എഡിസൺ വളരെ ചെറിയൊരു കുട്ടിയായിരുന്ന വേളയില് സ്കൂളിൽ കൊണ്ടുപോയി എന്നാക്കി പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലാതെ വളരെയധികം വികൃതിയായിട്ട് ടീച്ചേഴ്സിന് തന്നെ തലവേദനയായിട്ട് മാറിയ സമയത്ത് അമ്മയെ വിളിച്ച് ടീച്ചേഴ്സ് പറഞ്ഞു അത്രേ, ഈ കുട്ടിക്ക് പറ്റിയ സ്കൂളല്ല ഇത്, ഈ കുട്ടിയെ ഇവിടെ നമുക്ക് തുടരാൻ അനുവദിക്കാൻ പറ്റില്ല. ഈ കുട്ടിയെ തൻ്റെ കയ്യിലെടുത്ത് തൻ്റെ കുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമന്റ് പറയുന്ന ടീച്ചേഴ്സ് പറയുന്ന വരികളെല്ലാം തൻ്റെ കുട്ടി നോക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ എഡിസൺ എന്ന ചെറിയ കുട്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അമ്മ ആരുടെ പക്ഷത്ത് നിൽക്കും? അമ്മ സ്കൂൾ അധികൃതരുടെ പക്ഷത്ത് നിൽക്കോ, എൻ്റെ അമ്മ എൻ്റെ പക്ഷത്ത് നിൽക്കുമോ? ഇതാണ് കുട്ടിയുടെ മുഖത്തെ ചോദ്യം. വികൃതിയാണെങ്കിലും വലുതായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം എത്തിയിട്ടില്ലെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോടുകൂടിയാണ് ആ കുട്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നത്. ആ സ്കൂൾ അധികൃതർ പറയുന്നത് മുഴുവനും അമ്മ കേട്ട് കുട്ടിയെ നിശിതമായിട്ട് വിമർശിക്കുന്നതും കേട്ട് അവസാനത്തിൽ അമ്മ മറുപടി പറഞ്ഞു, കുഴപ്പവും പ്രശ്നവും എൻ്റെ മകൻ്റേതല്ല, അവന് കുറവുണ്ടായിരിക്കും, പക്ഷേ എനിക്കിതിൽ നിന്ന് മനസ്സിലായത് എൻ്റെ മകന് പഠിക്കാൻ യോഗ്യതയുള്ള സ്കൂൾ അല്ല ഇത്, എൻ്റെ മകനെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ള അധ്യാപകരല്ല നിങ്ങൾ, അതുകൊണ്ട് എൻ്റെ മകനെ പഠിപ്പിക്കാൻ വേറൊരു സ്കൂളിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. ഏതായാലും എൻ്റെ മകന് ഈ സ്കൂള് പറ്റില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചപ്പോൾ ആ എഡിസൺ എന്ന ബാലന്റെ മനസ്സിലുണ്ടായ അസാധാരണമായ ഒരു പോസിറ്റീവ് തിങ്കിങ്, അമ്മയുടെ അനുഗ്രഹം, അമ്മ പരോക്ഷമായിട്ട് ആശ്വസിപ്പിച്ചത്, അമ്മ തൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന് ഉറച്ച് ധരിക്കാൻ സാധിച്ചത്, തനിക്ക് എതിരെ പറഞ്ഞ വ്യക്തി എന്തെല്ലാമാണോ പറഞ്ഞത് അത് മുഴുവനും കേട്ട് തന്നെ ശിക്ഷിക്കുന്നതിന് പകരം തനിക്ക് ക്വാളിറ്റി ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, മെറിറ്റ്സ് ഉണ്ട്, അത് തിരിച്ചറിയാൻ കപ്പാസിറ്റി ഇല്ലാതെ പോയത് നിങ്ങൾക്കാണ് എന്ന രീതിയിലുള്ള അമ്മയുടെ പ്രതികരണം ആ കുട്ടിയിൽ ഒത്തിരി അധികം സ്വാധീനം ഉണ്ടാക്കി. ഒരുപക്ഷെ തെറ്റ് ചെയ്ത മകനെ ന്യായീകരിച്ചത് ശരിയായില്ല എന്ന് കേരളത്തിലെ ചില പ്രത്യേക വാദികള് വാദിച്ചേക്കാം. എങ്കിലും ഇതിനകത്ത് നമുക്കെടുക്കാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് കുറവുണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സംസാര രീതിയിലോ എല്ലാം പരിമിതികളോ അല്ലെങ്കിൽ നെഗറ്റീവുകളോ ഉണ്ടായിരിക്കാം.
അവയെല്ലാം ഉണ്ടെന്ന് അംഗീകരിക്കുകയും അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിൽ മാനസിക വീക്ഷണം വെച്ച് പുലർത്തുകയും അതേ സമയത്ത് തൻ്റെ മകൻ തൻ്റേതാണ്, അവനെ മറ്റുള്ളവര് പരിധിക്കപ്പുറം ശിക്ഷിക്കുന്നതും അവഹേളിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും താൻ താങ്ങില്ല, തനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, തൻ്റെ അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന കുട്ടിക്ക് ബോധ്യമാകുന്ന വിധത്തിൽ അമ്മ പെരുമാറിയപ്പോൾ യഥാർത്ഥത്തിൽ എഡിസൺ എന്ന കുട്ടിയെ എഡിസണാക്കി മാറ്റിയത് അമ്മയുടെ ഏതാനും നിമിഷത്തെ ഈ പ്രതികരണമാണ്. ഇതേപോലെ ശിവജി, മഹാനായ ശിവജി ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ച ആ ശിവജി ചെറുപ്പത്തിലെ അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് ഭാവിയിൽ എന്തായി തീരണം? കാഷ്വലായിട്ടായിരിക്കും അമ്മ ചോദിച്ചിരിക്കാൻ സാധ്യത, ചെറിയ കുട്ടിയല്ലേ. ആ ചോദ്യം കേട്ട ഉടനെ ഈ കുട്ടി അമ്മയോട് പ്രതികരിച്ചത് എനിക്ക് കുതിരവണ്ടിക്കാരനാകണമെന്നാണ്. ഇത് ഞാൻ പണ്ട് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുതിരവണ്ടിക്കാരനാകണം. ഒരുപക്ഷെ ആ കുട്ടി അത് പറയാൻ കാരണം അന്ന് ഏറ്റവും പ്രചാരത്തിലിരുന്ന മഹാരാഷ്ട്രയിലെ വാഹനം കുതിരവണ്ടിയാണ്. അതിൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കുതിരവണ്ടിക്കാരൻ നിയന്ത്രിക്കുന്നതുമെല്ലാം കണ്ട് ആവേശത്തോടുകൂടി ഒരു കുതിരവണ്ടിക്കാരന്റെ റോൾ എത്ര ഗംഭീരമാണെന്ന് ധരിച്ചിരിക്കാനുള്ള മാനസികാവസ്ഥയെ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഏത് കുട്ടികൾക്കും അതായിരിക്കുമല്ലോ പൊതുവെ. ആ കുട്ടി താൻ കുതിരവണ്ടിക്കാരനാകണമെന്ന് പറയുന്നത് കേട്ട ഉടനെ അമ്മ കുട്ടിയെ വാരിയെടുത്ത് പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് ഭഗവത്ഗീത അർജുനന് ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചതുള്ളത് കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇതുപോലൊരു കുതിരവണ്ടിക്കാരനാവണം. രഥം ഓടിക്കുന്ന പാർത്ഥസാരഥിയായിട്ടുള്ള ആ ശ്രീകൃഷ്ണനെ കാണിച്ചു കൊടുത്ത് ഇതുപോലൊരു മാതൃക. മനസ്സിലുള്ളത് കുതിരവണ്ടിക്കാരൻ തന്നെയാണ്. കുതിരവണ്ടിക്കാരൻ മാറ്റണം എന്ന് പറഞ്ഞില്ല, കുതിരവണ്ടിക്കാരൻ തന്നെ ആയിക്കൊള്ളുക, പക്ഷെ ഇതേപോലെയുള്ളൊരു കുതിരവണ്ടിക്കാരനാവണം. അതായിരുന്നു നിർദ്ദേശം കൊടുത്തത്. അപ്പൊ യഥാർത്ഥത്തില് ഒരു സ്ഥലത്ത് മകന്റെ കൂട്ടത്തിൽ നിൽക്കുകയും ആ മകനിലുള്ള നന്മകള് അംഗീകരിക്കുകയും മകനിലെ തിന്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും മകന്റെ പക്ഷത്ത് നിന്ന അമ്മ മകന്റെ വീക്ഷണത്തിൽ ഒരു ചെറിയ റീഡയറക്ഷൻ കൊടുത്ത രണ്ടാമത്തെ അമ്മ, ഇങ്ങനെയുള്ള കഥകളോ അനുഭവങ്ങളോ കേൾക്കുമ്പോൾ നമ്മളുടെ മക്കളോടുള്ള നമ്മളുടെ വീക്ഷണത്തിലും പെരുമാറ്റത്തിലും അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും കമ്മ്യൂണിക്കേഷൻ നേച്ചറിലുമെല്ലാം നമുക്ക് അല്പസ്വല്പം മാറ്റം വരുത്താൻ സാധിച്ചാൽ അത് നമ്മുടെ കുട്ടികളോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റലായിരിക്കും. നല്ലൊരു ശരീരം മക്കൾക്ക് കൊടുത്താൽ മാത്രം പോരാ, നല്ലൊരു മനസ്സും അവർക്ക് കൊടുക്കണം. ശരീരത്തിന് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നത് പോലെ മനസ്സിലേക്ക് കൊടുക്കേണ്ടത് മുഴുവനും ചെവിയിലൂടെയും കണ്ണിലൂടെയുമാണ്. ആ പോഷകാംശമാണ് മനസ്സിനെ ശക്തവും ദൃഢവുമാക്കുന്നത്. അപ്പോ മനസ്സ് നന്നായാൽ ചിന്തകളും കർമ്മവും നന്നാവും, കർമ്മബലവും കർമ്മത്തിന്റെ പ്രതിഫലവും ഓട്ടോമാറ്റിക്കലി നന്നായിക്കൊള്ളും. അപ്പം മക്കള് പറഞ്ഞിട്ടല്ല നമ്മൾ മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, മറിച്ച് നമ്മളുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ അവരെ കൊണ്ടുവന്നത്. ഇന്നലെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു ടെലിഫോൺ കോള്. എനിക്ക് അത്ഭുതം തോന്നിയതാണ്, എല്ലാവർക്കും അത് അത്ഭുതം തോന്നണമെന്നില്ല. ഒരു മിലിറ്ററിക്കാരൻ എന്നെ വിളിച്ചു. സാറേ, ഞാൻ മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ സന്തോഷം. എന്താണ്? എൻ്റെ മകന്
ഞാൻ ഋഷികേശ് എന്ന് പേരിട്ടു. വളരെ നന്നായി സാർ എന്ന് ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്തു. സാറേ, സാറിൻ്റെ പുസ്തകങ്ങളും യൂട്യൂബിലെ മെസ്സേജുകളും കേട്ട് ഞാനും ഭാര്യയും ഋഷികേശിൽ ചെന്നു. ഞങ്ങൾ അവിടുത്തെ ആശ്രമങ്ങളെല്ലാം കണ്ടു. എന്നിട്ട് ഗംഗാനദിയിൽ കുളിച്ചു. ശുദ്ധമായിട്ടാണ് ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിച്ചത്. എനിക്കൊരു കുട്ടി ഉണ്ടായി എന്നല്ല, ഇത് ഇയാളുടെ വരിയല്ല, ഇതെന്റെ വരിയാണ്. എനിക്കൊരു കുട്ടി ഉണ്ടായി എന്നല്ല ഹിന്ദു ധർമ്മത്തിൽ പറയുക, ഞാനൊരു കുട്ടിയെ ഉണ്ടാക്കി എന്നാ പറയുക. ഗർഭാധാനം എന്ന് പറയുന്നത് അറിഞ്ഞു ചെയ്യേണ്ടതാണ്, അറിയാതെ ഒരു കുട്ടി ഉണ്ടാവുകയല്ല വേണ്ടത്, അറിഞ്ഞു ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞങ്ങൾ ഗംഗാനദിയിൽ കുളിച്ചതിന് ശേഷം ആ കുട്ടി ജനിച്ചു. അവന് പേര് ഋഷികേശ് എന്നിട്ടു. അതിന് ഞങ്ങൾക്ക് കടപ്പാട് സാറിനോടാണ്. ആ ആത്മീയതയും ഋഷികേശിനെ കുറിച്ചുള്ള വിവരണവും സാറിൻ്റെ സന്ദേശങ്ങളുമെല്ലാം. ഇത്രയും ഞാൻ പറഞ്ഞത് എൻ്റെ വരികളെ ഗ്ലോറിഫൈ ചെയ്യാനല്ല, മറിച്ച് എഡിസണെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴും ശിവജിയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴും കസ്തൂർബ ഗാന്ധിയോട് അവരുടെ മകൻ പറഞ്ഞ വരികൾ നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് പ്രയോജനമുള്ള എന്ത് കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മൾ ഓർമ്മിക്കണം, അതിൽ നിന്ന് ചിലതെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചാൽ, കുറച്ച് കാര്യത്തിലേക്കെങ്കിലും പകർത്താൻ സാധിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ അപ്പപ്പോൾ തന്നെ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുമെന്നുള്ളത് അറിയണം. അപ്പപ്പോൾ തന്നെ കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അതിലൂടെ മാറ്റങ്ങൾ എത്ര സാധിക്കുമോ അത്രയും വരുത്താനും ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം കുറെ കൂടി ധന്യമാവും. ഈ വരികൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.